മണലി മടവാക്കരയിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തിയ സംഘം ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്നു. പേഷ്കാർ റോഡിൽ താമസിക്കുന്ന ഗീതയുടെ 6 പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയാണ് കവർന്നത്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസുകൾക്ക് മണിക്കൂറുകളുടെ ഇടവേള. റദ്ദാക്കിയ ഗുരുവായൂർ തൃശൂർ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. എരുമപ്പെട്ടിയിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാക്കളെ റിമാൻഡ് ചെയ്തു. ആദൂർ സ്വദേശികളായ ആഷിഫ്, അബ്ബാസ്, രജനീഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ചേറ്റുവയിൽ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ പോലീസ് പിടിയിൽ. അഞ്ചംകല്ല് സ്വദേശികളായ പൂച്ചാട്ടിൽ വീട്ടിൽ മണികണ്ഠൻ, രജി എന്നിവരെയാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. മണലിയിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. മണലി മടവാക്കരയിൽ ഇന്ന് രാവിലെ 10:30 സംഭവം. പുതുക്കാട് വിഷ്ണു ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് കത്തിയത്. വാഹനം കത്തുമ്പോൾ 40 സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. ക്യാബിനിലേക്കും തീ പടർന്നു. ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് തീ കെടുത്തി. ഡ്രൈവറുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. തീ നിയന്ത്രണ വിധേയമായപ്പോൾ സിലിണ്ടർ ഇറക്കിവച്ചു. ഇരിങ്ങാലക്കുടയിൽ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന വീട്ടമ്മയുടെ 6 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. ഇരിങ്ങാലക്കുട പേഷ്കാർ റോഡിൽ താമസിക്കുന്ന കൃഷ്ണസദനത്തിൽ വിജയൻ മാരാരുടെ ഭാര്യ ഗീതയുടെ മാലയാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവർന്നത്. രാവിലെ കൂടൽമാണിക്യ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിനിടയിൽ രാമൻചിറ റോഡിൽ വച്ചായിരുന്നു സംഭവം. പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. റദ്ദാക്കിയ ഗുരുവായൂർ തൃശൂർ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസുകൾക്ക് മണിക്കൂറുകളുടെ ഇടവേളയാണുള്ളത്. രാവിലെ 11:25 തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള സർവീസ് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ മണിക്കൂറുകൾ പിന്നിട്ട് രാത്രിയാണ്. ഉച്ചയ്ക്ക് ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ പോയാൽ പിന്നെയുള്ളത് രാത്രി 11 ശേഷമുള്ള ചെന്നൈ എഗ്മോർ ട്രെയിനും. നിർത്തിവെച്ച ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ സർവീസ് പുനഃസ്ഥാപിച്ചാൽ യാത്രക്കാർക്ക് ഗുണമാകും. വൈകിട്ട് 5 ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്കും തിരിച്ച് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 7:30 ഗുരുവായൂരിലെത്തുമെന്ന രീതിയിലായിരുന്നു സർവീസ്. പകൽ മുഴുവൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ചെന്നൈ എഗ്മോർ ട്രെയിൻ ഉപയോഗിച്ചാണ് ഈ സർവീസ് നടത്തിയിരുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ 2020 ഫെബ്രുവരിയിൽ നിർത്തിവെച്ച ഈ ട്രെയിൻ സർവീസ് പിന്നീട് പുനഃസ്ഥാപിച്ചില്ല. ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്കുൾപ്പെടെ ഏറെ സഹായകരമായിരുന്ന ഈ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. വഴിയാത്രക്കാരിയായ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് പള്ളിമേപ്പുറം കുളങ്ങര വളപ്പിൽ ആസിഫ്, ആദൂർ സ്വദേശികളായ കലൂർ പറമ്പിൽ രജനീഷ്, അമ്പലത്ത് വീട്ടിൽ അബ്ബാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 3 പേരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അബ്ബാസിനെയും ആഷിഫിനെയും നേരത്തെ പോലീസ് കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ ഏയാൽ ആദൂർ റോഡിലാണ് കേസിനാസ്പദമായ സംഭവം. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് പ്രതികൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. മറ്റൊരു ബൈക്കിൽ പിന്തുടർന്ന പ്രതികൾ യുവതിയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി നഗ്നത പ്രദർശിപ്പിക്കുകയും യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അത് വഴിവന്ന നാട്ടുകാരാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. നാട്ടുകാർ പ്രതികളെ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചേറ്റുവയിൽ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 സഹോദരങ്ങളിൽ 2 പേർ പിടിയിൽ. ഏങ്ങണ്ടിയൂർ അഞ്ചാംകല്ല് നേതാജി നഗർ സ്വദേശികളായ പൂച്ചാട്ടിൽ വീട്ടിൽ മണികണ്ഠൻ, രാജീവ് എന്നിവരാണ് വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ചേറ്റുവ സ്വദേശി കോറോട്ട് വീട്ടിൽ വിജീഷ്, രാജു എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ചേറ്റുവ ഹാർബറിലെ യൂണിയൻ തൊഴിലാളികളാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏങ്ങണ്ടിയൂർ പനയം കുളങ്ങര ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള കാവടിയാട്ടത്തിനിടെ കേസിലെ പ്രതികളും ബിജീഷിന്റെ സഹോദരൻ അജീഷുമായി തർക്കം നടന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ രാത്രി 8:45 ചേറ്റുവ ഹാർബറിന് സമീപത്ത് വെച്ച് അജീഷിനെ വാളുപയോഗിച്ച് പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് തടയുന്നതിനിടെ വിജീഷിന്റെ 2 കൈകളിലും കഴുത്തിലും പരിക്കേറ്റു. വിജീഷിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ സുഹൃത്ത് രാജുവിന്റെ തലയ്ക്കും വെട്ടേറ്റു. പരിക്കേറ്റ വിജീഷും രാജുവും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ
ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളിൽ ഒരാളായ സജീവ് ഒളിവിലാണ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച വാൾ ഹാർബറിന് സമീപത്തു നിന്ന് പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ കൊരട്ടിയിൽ വെച്ച് പോലീസ് പിടികൂടിയ കുപ്രസിദ്ധ കുഴൽ പണക്കവർച്ച സംഘത്തലവൻ കോടാലി ശ്രീധരൻ, മകൻ അരുൺ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തു. ചാലക്കുടി ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നോവ കാറിൽ സഞ്ചരിച്ചിരുന്ന ശ്രീധരനെയും മകനെയും കഴിഞ്ഞ ദിവസം പിടികൂടിയത്. അരുൺ ഓടിച്ചിരുന്ന കാറിൽ തൃശൂരിൽ നിന്നും എറണാകുളം ഭാഗത്തേക്കായിരുന്നു ശ്രീധരൻ പോയിരുന്നത്. കൊരട്ടി സിഗ്നൽ ജംഗ്ഷനിൽ വെച്ച് ഇന്നോവ കാർ പോലീസ് വളഞ്ഞപ്പോൾ തോക്കു ചൂണ്ടിയ ശ്രീധരൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സാഹസികമായാണ് 20ഓളം പേർ അടങ്ങുന്ന പോലീസ് സംഘം ഇരുവരെയും കീഴ്പ്പെടുത്തിയത്. തോക്ക്, 6 മൊബൈൽ ഫോണുകൾ എന്നിവയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കുഴൽപ്പണം തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ശ്രീധരൻ. കോടതിയിൽ നിന്നും ജാമ്യം എടുത്ത് മുങ്ങിയ ശ്രീധരൻ വർഷങ്ങളായി ഒളിവിലായിരുന്നു. ദയാവധത്തിനായി അപേക്ഷിച്ച് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ. മാപ്രാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ദയാവധത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയത്. ഗതികേട് കൊണ്ടാണ് താൻ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും വരെ മുടങ്ങിയിട്ടും ബാങ്ക് അധികൃതർ തന്നെ പരിഹസിക്കുകയാണെന്നും ജോഷി പറയുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ 2 തവണ ട്യൂമറടക്കം 21 ശസ്ത്രക്രിയകൾക്കും ദീർഘമായ ചികിത്സകൾക്കും വിധേയനാണ് ജോഷി. 7.5 വർഷം ഊന്നുവടികളിൽ ആയിരിക്കുമ്പോൾ തുടങ്ങി രാപ്പകൽ അധ്വാനിച്ച ജോഷിയുടെ മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത്. നിക്ഷേപങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ പണമെല്ലാം അതാത് SB അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു മറുപടി. 4% മാത്രം പലിശ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയെങ്കിലും 5 മാസത്തിലേറെയായിട്ടും പണം തിരികെ ലഭിച്ചില്ല. ഇങ്ങനെ 12 ലക്ഷത്തോളം രൂപ വീണ്ടും തട്ടിയെടുത്തതായി ജോഷി പറയുന്നു. എൻ്റെ പേരിൽ ഏകദേശം 30 ലക്ഷം രൂപയിൽ താഴെയുണ്ട്. വൈഫിൻ്റെ പേരിലുണ്ട്, പിന്നെ ഭാര്യയുടെ അമ്മയുടെ, സഹോദരിയുടെ, അവരുടെ മോളുടെ, അങ്ങനെ 5 പേരുടെ കൂടിയിട്ടാണ്. ഇനി എൻ്റെ കണക്കിൽ ഒരു 85 ലക്ഷം രൂപ എനിക്ക് തരണം. അതിൽ നിന്ന് അവർ പലിശ കട്ടെടുത്തിട്ട് വെട്ടിക്കുറച്ചിട്ട് 72 ലക്ഷം രൂപയുള്ളതെന്നാണ് ഇപ്പോൾ അവർ പറയണത്. എല്ലാ ആളുകളുടെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള, കരുവന്നൂർ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തകർന്ന സഹകരണ ബാങ്കുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവർക്ക് തോന്നുന്ന പോലെയാണ് ഇവർ വിധിക്കുക. ഇവരുടെ മുകളിൽ നിയമമില്ല എന്ന് പറയുന്നത്. ഇവരെ വിധിക്കാനായിട്ട് കോടതിക്ക് കൂടി നിയമമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി 5 തവണ കരുവന്നൂർ ബാങ്കിലും തൃശൂർ കളക്ടർക്കും നവകേരള സദസ്സിലും പരാതി കൊടുത്തുവെങ്കിലും നടപടിയൊന്നുമുണ്ടായില്ല. ഹൈക്കോടതിയിൽ കേസ് നടത്തി 1.5 വർഷമായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലും എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് കോടതി കാര്യങ്ങൾ അന്വേഷിക്കാനും ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാൽ ജോഷി ആ കേസും പിൻവലിച്ചു. ഈ സാഹചര്യത്തിലാണ് ജോഷി ദയാവധത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. TCV ഇരിങ്ങാലക്കുട. കാഴ്ച മറയ്ക്കുന്ന സൈൻ ബോർഡുകൾ വൃത്തിയാക്കിയും ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിച്ചും റോഡ് സുരക്ഷാ വാരം ആചരിച്ച് കേരള മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പ് ദേശീയ റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായിട്ടാണ് ചൂണ്ടൽ, കുറ്റിപ്പുറം, പെരുമ്പിലാവ്, നിലമ്പൂർ സംസ്ഥാന പാതകളിലെ കുറ്റിക്കാടുകൾ, സൈൻ ബോർഡ് എന്നിവ വൃത്തിയാക്കിയും ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിച്ചും സുരക്ഷാ വാരം ആചരിച്ചത്. മോട്ടോർ വാഹന വകുപ്പ്, തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റും ട്രോമ കെയറും സംയുക്തമായി നടത്തിയ പരിപാടി RTO JBI ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TM ഷാജി, വടക്കാഞ്ചേരി സ്ക്വാഡ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികന് പരിക്കേറ്റു. വെള്ളർക്കാട് സ്വദേശി നീണ്ടൂർ വീട്ടിൽ ജനാർദ്ദനനാണ് പരിക്കേറ്റത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശരത് എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. നിർത്തിയിട്ട സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ പുറകിലെത്തിയ ബസ് ഇടിക്കുകയും റോഡിൽ വീണ സ്കൂട്ടർ യാത്രികനെ വലിച്ചുകൊണ്ടു പോവുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജനാർദ്ദനനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യനിരോധന സമിതി മണ്ണുത്തിയിൽ ധർണ സംഘടിപ്പിച്ചു. സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവരുന്ന സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമിതി തൃശൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചത്. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തല്ലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഈപ്പൻ കരിയാറ്റിൽ, കൌൺസിലർ ലീല, സത്യഭാമ, PM ഹബീബുള്ള തുടങ്ങിയവർ സംസാരിച്ചു.
ഉത്സവം കാണാനെത്തിയ യുവാവ് കിണറ്റിൽ വീണു. നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭരണിവേല കാണാനെത്തിയ യുവാവാണ് വെള്ളിയാഴ്ച രാത്രി ക്ഷേത്രത്തിന് സമീപമുള്ള പറമ്പിലെ പുല്ല് മൂടിക്കിടന്നിരുന്ന ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത്. യുവാവ് മൊബൈൽ ഫോണിൽ സുഹൃത്തുക്കളെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. കുന്നംകുളം നഗരസഭയിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അഞ്ഞൂർ പാർക്കാടി അമ്പലനട റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആവശ്യം കേട്ട് ആ 500 റോഡിൽ നിന്നും ഉള്ള ആളുകളാണെന്നുള്ളത് കൊണ്ട് അവർ ഇവിടെ സ്വാഭാവികമായും എല്ലാ പ്രദേശത്തുണ്ടാകുന്ന പോലെ വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. SDPI മണലൂർ മണ്ഡലം ട്രഷറർ ഷമീർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം നൌഫൽ വലിയകത്ത്, മുഫ്സൽ എന്നിവർ സംസാരിച്ചു. ചിലങ്ക ബീച്ച് റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കി ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ ആമുഖം ഇനി മുതൽ പാഠപുസ്തകങ്ങളിലേക്ക്. പാഠപുസ്തകങ്ങളിലൂടെ ഭരണഘടനയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുകയെന്ന വലപ്പാട് GDM LP സ്കൂളിന്റെ ആശയത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം കൈവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി വലപ്പാട് GDM LP എന്ന വിദ്യാലയം ഭരണഘടനയുടെ ആമുഖത്തിനായി തുടങ്ങിവച്ച നിശബ്ദ വിപ്ലവമാണ് ചരിത്രമാകുന്നത്. 2021 ഭരണഘടനാ പരിചയത്തിനായി ഭരണഘടനാ ആമുഖവും പ്രസക്ത ഭാഗങ്ങളും ചിത്രീകരിച്ച് വിദ്യാലയ ചുമരിൽ ഭരണഘടനയുടെ ആമുഖം സ്ഥാപിച്ചതാണ് പ്രചാരണത്തിന് ആക്കം കൂട്ടിയത്. സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും വലപ്പാട് GDM LP സ്കൂളിന് സമാനമായ മാതൃക പിന്തുടർന്നു. ഇതിനിടെ ഭരണഘടന പാഠ്യവിഷയമാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തും നൽകി. കൂടാതെ സ്കൂളിന് സമീപത്തെ അംഗൻവാടികളിലേക്കും വായനശാലകളിലേക്കും ഭരണഘടനാ ആമുഖമെന്ന ആശയമുയർത്തിയുള്ള ഭരണഘടനാ സന്ദേശ മാർച്ചും നടത്തി. ഇതോടെ ഇവിടെയുള്ള അംഗൻവാടികളിൽ ഭരണഘടനയുടെ ആമുഖം ഇടം പിടിച്ചു. ഈ ആശയങ്ങൾക്കു പിന്നിൽ പ്രധാന അധ്യാപകനായ CK ബിജോയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഏറെക്കാലമായി വലപ്പാട് GDM LP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ഭരണഘടന പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകൾ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനം പരിഗണിക്കപ്പെട്ടതോടെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിക്കപ്പെട്ടു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം പദ്ധതിയിലൂടെ എല്ലാ വിദ്യാലയങ്ങളിലും വലപ്പാട് മാതൃക പിന്തുടർന്ന് മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ ചുമർ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായ കൊല്ലം ജില്ലയിലും GDM സ്കൂളിന്റെ ചുമർ മാതൃക ഇടം പിടിച്ചത് മറ്റൊരു നേട്ടമായി. ഭരണഘടനാ പരിചയത്തിനായി കൈപ്പുസ്തകവും GDM സ്കൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗാന്ധിജിയടക്കം രാജ്യം കണ്ട മഹത്തുക്കളുടെ ചിത്രങ്ങളും ഭരണഘടനാ ആമുഖവും അലങ്കാരമാക്കിയ GDM സ്കൂളിനുള്ള അംഗീകാരമാണ് ഭരണഘടനാ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. CITU നിയന്ത്രണത്തിലുള്ള ഓട്ടോ ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഏരിയ പ്രവർത്തക യോഗം കൊടകരയിൽ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. CV ശിവൻ അധ്യക്ഷത വഹിച്ചു. PC ഉമേഷ്, MA ഫ്രാൻസിസ്, MK മോഹനൻ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം TV പ്രജിത്ത്, സീനിയർ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ സ്മിനി J മൂഞ്ഞേലി എന്നിവർ സംസാരിച്ചു.
പുന്നയൂർ പഞ്ചായത്തിന്റെ കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാർഷിക സെമിനാർ നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഡെപ്യൂട്ടി കൃഷി ഡയറക്ടർ PN മോളി, കൃഷി ഓഫീസർ K ഗംഗാദത്തൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നബീസ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, അംഗം ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ ഭരണിവേലയ്ക്ക് സമാപനമായി. തെക്കുമുറി, വടക്കുമുറി, പുതുരുത്തി, കിരാലൂർ ദേശക്കാർ പങ്കാളികളായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 14 ആനകൾ പങ്കെടുത്തു. ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത്, സുധി പന്തക്കൽ, K ചന്ദ്രദാസ്, ജിഷ്ണു പന്തക്കൽ തുടങ്ങിയവർ വേലയ്ക്ക് നേതൃത്വം നൽകി. പെരിഞ്ഞനം കൊറ്റംകുളം ടാഗോർ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ET ടൈസൺ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടാഗോർ വായനശാലയ്ക്ക് പുതിയ കെട്ടിടം പണിയുന്നത്. ET ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KM കരീം, RK ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ മികവ് അവതരണങ്ങൾ ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം ചെയ്തു. തോന്നൂർക്കരയിൽ നടന്ന പരിപാടിയിൽ വാർഡംഗം VK നിർമ്മല അധ്യക്ഷത വഹിച്ചു. ചേലക്കര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK ശ്രീവിദ്യ, അധ്യാപകരായ VM വാസു, ദേവൻ, ഹലീമ, N ദീപ, ജിതേഷ് ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. അവളോ വെള്ളില വള്ളിയിലത്രി അതിനോലം ചെറുകാലൂന്നി ഉലകം പൂണ്ടു വെള്ളി. ആർത്താറ്റ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഓർത്തഡോക്സ് കൺവെൻഷന് തുടക്കമായി. ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വചന ശുശ്രൂഷയ്ക്ക് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ റവറന്റ് ഫാദർ ജോജി K ജോയ് നേതൃത്വം നൽകി. ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ, പ്രോഗ്രാം ചെയർമാൻ ഫാദർ ജോൺ ഐസക്, പബ്ലിസിറ്റി ചെയർമാൻ ഫാദർ ഗീവർഗീസ് K വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ തിരി തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം. CPM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗവും DYFI മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായിരുന്ന മുജീബ് റഹ്മാന്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു. CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. AC രമേശ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, RA അബ്ദുൽ ഹക്കീം, PR ബിനീഷ്, PK രമേശ് എന്നിവർ സംസാരിച്ചു. വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സഹപാഠിക്ക് ഒരു വീടെന്ന തണൽ ഭവന പദ്ധതിയുടെ ആദ്യ വീടിന് തറക്കല്ലിട്ടു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ MK മുഹമ്മദ് മുനീർ അധ്യക്ഷത വഹിച്ചു. NSS ജില്ലാ കോർഡിനേറ്റർ പ്രതീഷ്, പ്രിൻസിപ്പൽ VM കരീം, ഹെഡ്മാസ്റ്റർ K ഹുസൈൻ, PTA പ്രസിഡന്റ് സിംല മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ E ബാലാനന്ദൻ ദിനം ആചരിച്ചു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. ചെറുതുരുത്തിയിൽ C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം എരണയെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച ശിവേലിപുരയുടെ സമർപ്പണം ബുധനാഴ്ച നടക്കും. ശബരിമല മുൻ മേൽശാന്തി അഴകത്തുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ തന്ത്രിയും ചേർന്ന് ശിവേലിപുര സമർപ്പിക്കും. കവിയും ഗാനരചയിതാവുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AR റോഷ്, EVS സ്മിത്ത്, EG അശോകൻ, ES ഷൈജു, EV ഷെറി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ അമ്പു തിരുനാളിന് കൊടിയേറി. ചേലൂർ പള്ളി വികാരി ഫാദർ ജോഷി പാലിയേക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൺവീനർ ഐവിൻ വർഗീസ് പുളിക്കൻ, കൈക്കാരന്മാരായ മണി കുരുതുകുളം, ആന്റണി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി.
ആരാധിക്കുന്നു അങ്ങ്. നിർമ്മാണം പൂർത്തിയായ പുന്നയൂർകുളം പഞ്ചായത്തിലെ ആർട്ട് ഗ്യാലറിയോട് കൂടിയ സാംസ്കാരിക നിലയം നാളെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അണ്ടത്തോട് 18-ാം വാർഡിൽ 1,43,00,000 രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മണലി മടവാക്കരയിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തിയ സംഘം ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്നു. പേഷ്ക റോഡിൽ താമസിക്കുന്ന ഗീതയുടെ 6 പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയാണ് കവർന്നത്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസുകൾക്ക് മണിക്കൂറുകളുടെ ഇടവേള. റദ്ദാക്കിയ ഗുരുവായൂർ തൃശൂർ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. എരുമപ്പെട്ടിയിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാക്കളെ റിമാൻഡ് ചെയ്തു. ആദൂർ സ്വദേശികളായ ആഷിഫ്, അബ്ബാസ്, രജനീഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ചേറ്റുവയിൽ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ പോലീസ് പിടിയിൽ. അഞ്ചാങ്കല സ്വദേശികളായ പൂച്ചാട്ടിൽ വീട്ടിൽ മണികണ്ഠൻ, രജീവ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.